നമസ്തേ. എക്സിസ്റ്റൻഷ്യൽ വാക്വം, ജീവിതത്തിന്റെ അസ്തിത്വത്തിനെ കുറിച്ചിട്ടുള്ള അതിന്റെ അർത്ഥം അറിയാത്തതിനെ പ്രതിയുള്ള ഒരു ശൂന്യത അനുഭവപ്പെടുന്നതായിട്ടുള്ള ഒരുപാട് വ്യക്തികൾ ഇന്നുണ്ട്. ഡിസ്പെയറിൽ മരിക്കുന്നതായിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. അവസാന കാലത്ത് താൻ എന്ത് ചെയ്തു, തന്റെ ജീവിതത്തിന് എന്ത് കോൺട്രിബ്യൂഷൻ ഈ ലോകത്തിന്, സൊസൈറ്റിക്ക് നൽകാനായിട്ട് സാധിച്ചു, അല്ലെങ്കിൽ കുടുംബത്തിനോ വരും തലമുറയ്ക്കോ നൽകാനായിട്ട് സാധിച്ചു എന്നുള്ള അത്തരത്തിലുള്ള ഡിസ്പെയറിൽ മരിക്കുന്ന ആളുകളുണ്ട്. സാറ്റിസ്ഫാക്ഷനോട് കൂടി മരിക്കുന്ന ആളുകളുണ്ട്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഈ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്ന സംഗതിയാണ് പല ആളുകൾക്കും ജീവിതത്തിന്റെ ഏറ്റവും തകർന്ന അവസരങ്ങളിൽ പോലും തിരിച്ചു കയറാനുള്ള ഊന്നുവടിയായിട്ട് മാറിയിട്ടുള്ളത്. പല സമയത്തും ദൈവത്തിന്റെ ഈ ഹെൽപ്പിംഗ് ഹാൻഡ്, അദൃശ്യകരങ്ങൾ വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും ഒക്കെ ജീവിതത്തിൽ വർക്ക് ചെയ്യുന്നത് നമ്മൾ നിരീക്ഷിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ ആധുനിക കാലത്ത് ഒരുപാട് ആളുകൾ ദൈവമില്ല എന്ന് പറയുന്ന അവസ്ഥ, അല്ലെങ്കിൽ ദൈവത്തിനെ എതിർക്കുന്നതും കുറ്റം പറയുന്നതും ഒക്കെ വലിയൊരു കാര്യമായിട്ട്, അല്ലെങ്കിൽ അതാണ് ബുദ്ധിജീവിയാകാനുള്ള ഏറ്റവും വലിയ വഴി എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവികമായിട്ടുള്ള വിശ്വാസം ഇല്ലാത്ത അവസരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ, ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ തന്നെ കൺവിൻസ് ചെയ്യാനായിട്ട് എടുക്കുന്നതായിട്ടുള്ള എഫേർട്ട് എന്നൊക്കെ പറയുന്നത് വളരെ വലുതായിരിക്കും. തീർച്ചയായിട്ടും ദൈവം എന്ന് പറയുന്ന സംഗതിയോട് പലർക്കും വെറുപ്പ് തോന്നാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് മറ്റുള്ളവർ പഠിപ്പിച്ച ദൈവത്തിനെ എടുത്ത് തലയിൽ വെച്ചതുകൊണ്ടാണ്. എങ്ങനെയാണ് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒരു ദൈവത്തിനെ കണ്ടെത്താനായിട്ട് സാധിക്കുക? എങ്ങനെയാണ് മതങ്ങളും മറ്റുള്ളവരും പഠിപ്പിച്ചതിനപ്പുറത്തേക്ക് മതത്തിന് അതീതനായിട്ടുള്ള ഒരു ദൈവത്തിനെ കണ്ടെത്താനായിട്ട് സാധിക്കുക? ഈ ദൈവം എങ്ങനെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? യഥാർത്ഥത്തിലുള്ള മതത്തിനപ്പുറത്തുള്ള ദൈവം എങ്ങനെ നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു, ഉയർത്തിക്കൊണ്ടിരിക്കുന്നു? ഈ കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വളരെ ഉന്നതമായിട്ടുള്ള ചില ചിന്തകളാണ് ഈ വീഡിയോയിലെ പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. റിലീജിയൻ അല്ലെങ്കിൽ മതം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വേറൊരു വ്യക്തിയുടെ പാതയാണ് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന സമയത്ത് മുൻപ് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്, അത് നമ്മുടെ തന്നെ വഴി വെട്ടിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ്, അല്ലെങ്കിൽ സ്വന്തം വഴിവെട്ടി വന്നവനാണ് എന്ന് പറയുന്ന അവസ്ഥയാണ് ആത്മീയത എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ഒരു വ്യക്തി മുന്നോട്ട് പോകുന്ന സമയത്തുണ്ടാകുന്ന അനുഭവം എന്ന് പറയുന്നത്. അത് വളരെ മഹത്തരമായിട്ടുള്ള അനുഭവമാണ്. അത് നിങ്ങളിലേക്ക് ഒരുപാട് അബൻഡൻസ്, സമൃദ്ധി എത്തിച്ചു തരുന്നു, ഒരുപാട് പണം എത്തിച്ചു തരുന്നു, ഒരുപാട് പ്രശസ്തി എത്തിച്ചു തരുന്നു. എന്നാൽ ഇതിനൊന്നും വിലയില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ നിങ്ങളുടെ പിന്നാലെ വരുന്നത്. നിങ്ങൾ മൂല്യത്തിനെ പിന്തുടരുന്നത് കൊണ്ടാണ് മറ്റ് സംഗതികളെല്ലാം നിങ്ങളുടെ ഒപ്പം വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ആകുന്ന സമയത്ത് ഒരുപാട് വ്യക്തികൾ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഒന്നിലേക്ക് മാത്രമാണ് അട്രാക്റ്റഡ് ആയിട്ടുള്ളൂ. എന്താണ് നമ്മുടെ മൂലകാരണം? നമ്മൾ ഈ ഭൂമിയിൽ വരാനായിട്ടുള്ള, ഈ ഭൂമിയിൽ ജീവൻ ഉണ്ടാകാനായിട്ടുള്ള, ഈ പ്രപഞ്ചം ഇങ്ങനെ വിന്യസിക്കപ്പെടാനായിട്ടുള്ള മൂലകാരണം എന്താണ്? ആ സത്യം എന്താണ്? ആ സത്യത്തിന്റെ അന്വേഷണത്തിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വെളിച്ചത്തിലേക്ക് നമ്മൾ നടക്കുന്നത് കാണുമ്പോൾ വെളിച്ചം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ചിലപ്പോൾ നമ്മുടെ ഒപ്പം, നമ്മുടെ പിന്നാലെ സഞ്ചരിച്ചു വന്നിരിക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു ഗുരു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ആത്മീയതയോടെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എന്നെ ആരും പിന്തുടരേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ ആരെയും നയിക്കുന്നില്ല. എനിക്ക് ആരെയും പിന്തുടരാനും താല്പര്യമില്ല, കാരണം ഞാൻ സത്യത്തിനെ അന്വേഷിച്ചുകൊണ്ട് എൻ്റെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസസിൽ കൂടെ മുന്നോട്ട് പോവുകയാണ്. കാരണം എൻ്റെ മനുഷ്യ ജീവിതം വളരെ വിലപ്പെട്ടതാണ്. ഈ വിലപ്പെട്ടതായിട്ടുള്ള ഈ ചുരുങ്ങിയ മനുഷ്യ ജീവിതത്തിലെ ഈ കാലഘട്ടം കൊണ്ട് ഞാൻ സത്യത്തിനെ അന്വേഷിക്കുകയും അറിയുകയും വേണം എന്നുള്ള സത്യം ഇവർക്കറിയാം എന്നുള്ളതാണ്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. അവസാനം മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും ഒക്കെ കൂടെ ചേർന്ന് മണ്ണ് പങ്കിട്ടെടുക്കുന്നു എന്ന് പറയുന്ന വരികൾ വളരെ മുൻപ് രചിക്കപ്പെട്ടിട്ടുള്ള ഒരു പാട്ടിന്റെ എനിക്ക് ഓർത്തെടുക്കാനായിട്ട് കഴിയുന്ന ഒരു ഭാഗമാണ്. ഈ ഭാഗത്തുള്ള പോകുന്ന സമയം നമുക്ക് മനസ്സിലാകും എത്ര റെലവന്റ് ആണ് ഈ വാക്കുകളുടെ അർത്ഥം എന്നുള്ളത്. ഇതെഴുതിയ കവിയെ നമ്മൾ നമിച്ചു പോവുകയാണ്, കാരണം എത്ര ദാർശനികതയോടു കൂടിയാണ് അദ്ദേഹം ഇത് രചിച്ചിരിക്കുന്നത്. അപ്പൊ ദൈവികമായിട്ടുള്ള അംശം എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാത്തിന്റെയും അപ്പുറത്താണ്. നമ്മൾ നമ്മുടേതായിട്ടുള്ള ട്രാക്കിൽ ദൈവത്തിനെ കണ്ടെത്താനായിട്ട് ശ്രമിക്കേണ്ടിയിരിക്കുന്നു. മതം പഠിപ്പിച്ച ദൈവത്തിനപ്പുറത്തേക്ക് നിങ്ങൾ ദൈവത്തിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിലാണ് നിങ്ങൾ യഥാർത്ഥത്തിലുള്ള ദൈവത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് ഈ ഒരു സന്ദേശം ഈ ഒരു അവസരത്തിൽ ഞാൻ ഡെലിവർ ചെയ്യുകയാണ്. രണ്ടാമതായിട്ട് നമ്മൾ നമ്മുടെ ദൈവത്തിനെ കണ്ടെത്താനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എക്സ്പ്ലോർ യുവർ ഓൺ മീനിങ് ഫോർ ഗോഡ്. ദൈവത്തിന് നിങ്ങളുടേതായിട്ടുള്ള ഒരു അർത്ഥം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്ന് പറയുന്നത് സ്നേഹമാണ്, ദൈവം എന്ന് പറയുന്നത് വിസ്ഡമാണ്, ദൈവം എന്ന് പറയുന്നത് പോസിറ്റിവിറ്റിയാണ്, ദൈവം എന്ന് പറയുന്നത് എല്ലാ നന്മകളുടെയും മൂലകാരണവും ആകത്തുകയുമാണ്. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെയും അതിലെ സകല ചരാചരങ്ങളുടെയും എസൻസ് ആണ്. വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിന്റെയും മൂലകാരണമായിട്ടുള്ള ഊർജമാണ് ദൈവം.
ഞാൻ പറയുകയാണ്, ദൈവം എന്ന് പറയുന്ന ശക്തി എല്ലാത്തിൻ്റെയും കോസും എഫക്റ്റുമാണ്. ദൈവികമായിട്ടുള്ള ശക്തിയാണ് എല്ലാത്തിനും കാരണമായിരിക്കുന്നത്. ദൈവികമായിട്ടുള്ള ശക്തിയാണ് എല്ലാത്തിനെയും താങ്ങി നിർത്തുന്നത്. ദൈവികമായിട്ടുള്ള ഊർജം എന്ന് പറയുന്നത് മതം പഠിപ്പിച്ചതായിട്ടുള്ള ഓൾഡ് മാൻ ഇൻ ദ സ്കൈ എന്നതിനപ്പുറത്തേക്ക്, നമ്മുടെ മനുഷ്യബുദ്ധിക്ക് പെർസീവ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്തേക്കുള്ള ഒരു എനർജിയാണ് എന്നുള്ളതാണ്. ദാറ്റ് കീപ്സ് എവറിത്തിങ് ബാലൻസ്ഡ് എന്നുള്ളതാണ്. ഈ ബാലൻസിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്നതാണ് പാപം അല്ലെങ്കിൽ സിൻ എന്ന് പറയുന്നത്. ഇത് എന്റെ ദൈവികമായിട്ടുള്ള വീക്ഷണമാണ്. തീർച്ചയായിട്ടും നമുക്ക് ദൈവികമായിട്ടുള്ള വീക്ഷണം നമ്മുടെ ഉള്ളിൽ തന്നെ, നമ്മൾ തന്നെ ഈ മീനിങ്ങിനെ അന്വേഷിക്കുന്ന സമയത്ത്, നമ്മൾ എന്തിനെയാണോ അന്വേഷിക്കുന്നത് അത് നമ്മളുടെ അടുത്തേക്ക് വരുന്നത് അത്ഭുതകരമായിട്ട് നമുക്ക് വിറ്റ്നസ് ചെയ്യുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവിക അന്വേഷണം, ദൈവം എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം, ആ ഒരു വാക്കിന് നമ്മുടേതായിട്ടുള്ള ഒരു മീനിങ് കൊടുക്കാനുള്ള നമ്മുടെ പരിശ്രമം എന്ന് പറയുന്നത്, അതാണ് ദൈവത്തിലേക്ക് അടുക്കുന്നതിനായിട്ടുള്ള ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത്. മതങ്ങൾ പഠിപ്പിച്ചതായിട്ടുള്ള ഈ കഴിഞ്ഞ അവസരങ്ങളിൽ മാർപ്പാപ്പയൊക്കെ പറഞ്ഞതുപോലെ എന്തെങ്കിലും രീതിയിൽ വെറുതെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതല്ല പ്രാർത്ഥന എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് നമ്മൾ സത്യത്തിനെ അന്വേഷിക്കുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവികമായിട്ടുള്ള അംശത്തിനെ കണ്ടെത്തുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ വ്യഗ്രതകളും നമ്മുടെ ബുദ്ധിമുട്ടുകളും നമ്മളുടെ വീക്ക്നെസ്സുകളും ദൈവത്തിലേക്ക് സമർപ്പിക്കുന്ന സമയത്താണ് നമുക്ക് വളർച്ചയുടെ പടവുകൾ കയറി മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നത്. ഇതിനൊരു മതത്തിന്റെയോ ഒരു ഇടനിലക്കാരന്റെയോ ആവശ്യമില്ല എന്നുള്ളതും കൂടി ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെയും നിങ്ങളുടെ ദൈവത്തിന്റെയും ആകെയിലുള്ള ഒരു ഇടനിലക്കാരൻ എന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ ആത്മാവാണ്. നമ്മളുടെ വ്യക്തിത്വത്തിന്റെ വളർച്ചയിലൂടെ നമ്മൾ ആത്മാവിനെ തൊട്ടറിയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഡീപ്പർ ലെവലിലേക്ക് മനസ്സിന്റെ ആഴങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത്, നമ്മളുടെ ആത്മീയ അനുഭവങ്ങളിലൂടെ നമ്മളുടെ ആത്മാവിന്റെ എക്സിസ്റ്റൻസ് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ ദൈവത്തിന്റെ എക്സിസ്റ്റൻസും മനസ്സിലാക്കുകയാണ്. ജീവിതത്തിൽ ഡിസ്പയറിൽ മരിക്കാതിരിക്കണമെങ്കിൽ, ജീവിതത്തിൽ വിജയിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് മരിക്കുക എന്ന് പറയുന്ന വിജയകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ, കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ നൽകി മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ, മനസമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഈ ജീവിതം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ദൈവാന്വേഷണം നടത്തിയേ മതിയാകൂ. ചിലയിടങ്ങളിൽ ചില ആളുകൾ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, എത്തിസം ഈസ് എ കൺക്ലൂഷൻ. നിരീശ്വരവാദം എന്ന് പറയുന്നത് അല്ലെങ്കിൽ യുക്തിവാദം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ കൺക്ലൂഷൻ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ദൈവമില്ല എന്നുള്ള കൺക്ലൂഷനാണ്. എങ്ങനെയാണ് കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുക? അപ്പൊ അവർ പറയുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത് ദ ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് ദ എവിഡൻസ് ഫോർ ആബ്സെൻസ് എന്നുള്ളതാണ്. അതായത് ഒരു കാര്യത്തിനെ കുറിച്ച് തെളിവ് ലഭിക്കുന്നില്ലെങ്കിൽ അത് ഇല്ല എന്നാണ് അർത്ഥമാക്കുന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് തെളിവ് ലഭിച്ചില്ല എന്ന് കരുതി അത് സയൻസിന്റെ ഒരു ലിമിറ്റേഷൻ മാത്രമായിട്ടാണ് കരുതാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ഹ്യൂമൻ ഇന്റലിജൻസിന്റെ ഒരു ലിമിറ്റേഷൻ മാത്രമായിട്ടാണ് കരുതാനായിട്ട് സാധിക്കുകയുള്ളൂ. സയൻസ് നമ്മൾ അടുത്തറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. സയൻസിലൂടെ നമുക്ക് സൃഷ്ടിയുടെ മനോഹാരിത മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിന്റെ പാറ്റേൺ, അതിന്റെ കോംപ്ലക്സിറ്റി, അതിന്റെ സീക്രട്സ്, അതിൽ ഒളിപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള രഹസ്യങ്ങൾ, മിസ്റ്ററീസ് ഒക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു സംഗതിയാണ് സയൻസ് എന്ന് പറയുന്നത്. സയൻസ് ഈസ് നോട്ട് എ റീപ്ലേസ്മെന്റ് ഫോർ ഗോഡ്. ദൈവത്തിനെ റീപ്ലേസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു സംഗതി അല്ല ശാസ്ത്രം എന്ന് പറയുന്നത്. നമ്മളൊക്കെ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാറുണ്ട്. മൊബൈൽ ഫോൺ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ലോകത്തിന്റെ മറ്റേതോ ഭാഗത്തുള്ള നമ്മളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ മൊബൈൽ ഫോൺ ഒരിക്കലും അവരെ റീപ്ലേസ് ചെയ്യുന്നില്ല. ഇതുപോലെ തന്നെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. ശാസ്ത്രത്തിന്റെ സംഭാവനയായിട്ടുള്ള മൊബൈൽ ഫോണിനെ പോലെ തന്നെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ പല ആവശ്യങ്ങൾക്കും കാര്യങ്ങൾക്കുമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നു. ബട്ട് ദാറ്റ് ഈസ് നോട്ട് എ റീപ്ലേസ്മെന്റ് ഫോർ ഗോഡ്. ദൈവികമായിട്ടുള്ള പരബ്രഹ്മത്തിന്റെ ഒരു റീപ്ലേസ്മെന്റ് അല്ല ഒരിക്കലും ശാസ്ത്രം എന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വർഗീയതയില്ലാതെ ദൈവത്തെ കാണുക എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് നമ്മുടെ ഭാരത മഹാരാജ്യം അല്ലെങ്കിൽ ഈ ലോകം തന്നെ നേരിടുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാമ്പത്തിക തകർച്ചയോ നിരീശ്വരവാദമോ പട്ടിണിയോ ഒന്നുമല്ല, വർഗീയതയാണ് ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത്. എന്റെ മതം മാത്രമാണ് ശരി എന്ന് പറയുന്ന സമയത്ത് മറ്റുള്ളവരുടെ മുന്നിൽ സെക്യുലറിസ്റ്റ് ആയിട്ട് അഭിനയിക്കുകയും എന്നാൽ സ്വന്തം കാര്യം വരുന്ന സമയത്ത് സ്വന്തം മതത്തിന്റെ രീതിയിൽ മാത്രം സഞ്ചരിക്കുകയും അതിന്റെ ആചാര്യന്മാരുടെ ഉപദേശങ്ങൾ അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള വ്യക്തികൾ, മറ്റു മതങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളോട് പുച്ഛവും അതുപോലെ തന്നെ വർഗീയമായിട്ടുള്ള രീതിയിലുള്ള വീക്ഷണത്തിൽ നോക്കിക്കാണുന്ന വ്യക്തികൾ, മറ്റുള്ളവരോട് വിദ്വേഷം വെച്ച് പുലർത്തുന്ന വ്യക്തികൾ, ഇത്തരത്തിലുള്ള വർഗീയത എന്ന് പറയുന്നത് മതത്തിന്റെ ഒരു സൃഷ്ടിയാണ് നമുക്ക് പറയേണ്ടതായിട്ട് വരും. മതത്തിന്റെയോ അല്ലെങ്കിൽ അതിനെ തെറ്റായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്നതായിട്ടുള്ള ചില വ്യക്തികളുടെ സൃഷ്ടിയാണ് എന്ന് പറയേണ്ടി വരും. ചില വ്യക്തികളുടെ ഇൻഫ്ലുവൻസ് പോലും ചില മതങ്ങൾ അതിനെ ആ രീതിയിൽ മാറ്റിമറിക്കാനായിട്ട് കാരണമായിട്ടുണ്ട്. മതങ്ങളെ ഒരു വർഗീയത വളർത്തുന്ന ശക്തിയായിട്ട് മാറ്റിമറിക്കുന്ന രീതിയിൽ പോലുമുള്ള അത്തരത്തിലുള്ള നേച്ചറുള്ള മതങ്ങൾ തന്നെയുണ്ട്. എന്തു തന്നെയാണെങ്കിലും ഏതെങ്കിലും ഒരു മതത്തിന് വർഗീയത വന്നാൽ തന്നെ മറ്റു മതക്കാരും അങ്ങനെ ചിന്തിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ മറികടക്കാൻ എന്താണ് വഴി? മതങ്ങളെ മറികടക്കുക എന്നുള്ളത് തന്നെയാണ്. മതത്തിനപ്പുറത്ത് ദൈവത്തിനെ എങ്ങനെ കാണാനായിട്ട് സാധിക്കും?
എന്റെ മതത്തിന്റെ ഗ്രന്ഥത്തിനപ്പുറത്തേക്ക് മറ്റെല്ലാ മതങ്ങളുടെ ഗ്രന്ഥവും എനിക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? മറ്റു മതങ്ങളുടെ അല്ലെങ്കിൽ മറ്റു ഫിലോസഫീസിൽ കൂടെ എനിക്ക് കടന്നു പോകാനായിട്ട് സാധിക്കുന്നുണ്ടോ? തത്വശാസ്ത്രങ്ങളിലൂടെയും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള വളരെ ബ്രോഡായിട്ടുള്ള വിശകലനങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ ആചാര്യന്മാർ പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യത്തിനപ്പുറത്തേക്ക് എന്നോട് അനുസരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അനുസരിക്കാൻ മാത്രം പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ വിദ്യാലയങ്ങളും അല്ലെങ്കിൽ മതപഠനശാലകൾക്കും അപ്പുറത്തേക്ക് എന്നെ ചിന്തിക്കാനായിട്ട് ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഉണ്ട്, മഹാരഥന്മാർ നമ്മളെ ചിന്തിപ്പിക്കാനായിട്ട് എപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആൽബർട്ട് ഐൻസ്റ്റീനെ പോലുള്ള വ്യക്തിത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിങ്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആയിരിക്കണം. ഇമാജിനേഷൻ ആണ് നിങ്ങളുടെ നോളജിനേക്കാളും വലിയ കാര്യം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോഴും എന്താണ് നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? നോളജാണ് ഏറ്റവും പ്രധാനം, മെമ്മറൈസേഷൻ ആണ് ഏറ്റവും പ്രധാനം എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു മീഡിയയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നോളജ്, എഡ്യൂക്കേഷൻ ഇതിനൊന്നും ഒരു വിലയില്ലാത്ത കാര്യങ്ങളാണ് എന്നല്ല ഞാൻ പറയുന്നത്. അതിനപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇമാജിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? വേറെ ആൾക്കാർ കണ്ടുപിടിച്ചതും പറഞ്ഞു വെച്ചതുമായിട്ടുള്ള കാര്യങ്ങളെ കാണാപ്പാഠം പഠിപ്പിക്കുന്നതിനും പറയുന്നതിനും അപ്പുറത്തേക്ക് എനിക്ക് എൻ്റെതായിട്ടുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് പുതിയ ആശയങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ തലമുറയിൽ എത്ര പേർക്ക് അതിനുള്ള ആൻസർ ഉണ്ട് എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യമായിട്ടൊരു ചോദ്യചിഹ്നമായിട്ട് ഞാൻ ഇന്നത്തെ സൊസൈറ്റിയുടെ മുന്നിലേക്ക് വെക്കുകയാണ്. മനുഷ്യന്റെ ഈ പറയുന്ന അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള കപ്പാസിറ്റിയുള്ള ഹ്യൂമൻ ബ്രെയിനിന്റെ സാധ്യതകൾ നമ്മൾ എത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് മിയർ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ചെയ്ത് മാജിക്ക് കാണിക്കുന്നതല്ല. അതിനപ്പുറത്തേക്ക് തത്വശാസ്ത്രപരമായിട്ടും നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ട രീതിയിൽ മറ്റുള്ള ഫെലോ ബീയിങ്സിന് വേണ്ടി അവരുടെ ജീവിതത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്തി ഉയർത്തിക്കൊണ്ടുവരാനും ലോകത്തിൽ ഹാർമോണിയസ് ആയിട്ട് ജീവിക്കാനുമായിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് നിനക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ മതത്തിന്റെയും വർഗീയതയുടെയും ഒക്കെ അപ്പുറത്തേക്ക് വന്ന് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ചിന്താ രീതിയിലേക്ക് നമ്മൾ ഉയരേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ലോകത്തിലെ എല്ലാ മനുഷ്യരും ഉയർന്നു വരുന്ന സമയത്ത് അതിന് തടസ്സമായി നിൽക്കുന്ന സാധനങ്ങളൊക്കെ കാലാന്തരത്തിൽ അപ്രത്യക്ഷമാവുകയും മനുഷ്യൻ ഹ്യൂമനിസം എന്ന് പറയുന്ന രീതിയിൽ മാൻ ഈസ് ദ സൂപ്പർ ഹീറോ എന്ന് പണ്ട് ഫ്രെഡറിക് നീഷെ പറഞ്ഞ ആ കാര്യം അന്വർത്ഥമായിട്ട് വരികയുമാണ്. എന്നാൽ അതും ദൈവത്തിനെ റീപ്ലേസ് ചെയ്യുന്നില്ല. ഫ്രെഡറിക് നീഷെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കമ്പൈൻ ചെയ്യുമ്പോൾ ഞാൻ കണ്ട എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യുവർ ഹാർട്ട് എന്നുള്ളതാണ്. ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ദൈവരാജ്യത്തിനെ അവിടെ കാണുവാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം. മതത്തിനപ്പുറത്തേക്കുള്ള ദൈവരാജ്യം എന്ന് പറയുന്നത്, മതങ്ങൾ ജനിക്കുന്നതിന് മുൻപ് ഭൂമിയുടെ പേര് സ്വർഗമായിരുന്നു എന്നുള്ളത് മതഗ്രന്ഥങ്ങളിൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പറുദീസ, പാരഡൈസ് അല്ലെങ്കിൽ ഏദൻ തോട്ടം എന്ന് പറയുന്ന അവസ്ഥയിൽ. അടുത്തതായിട്ട് ദൈവാന്വേഷണത്തിലൂടെ പോകുന്ന സമയത്ത് നിങ്ങളുടേതായിട്ടുള്ള ഒരു ദൈവത്തിനെ നിങ്ങൾ കണ്ടെത്തുന്ന സമയത്ത് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ധ്യാനം എന്ന് പറയുന്നത്. ഇതൊരു നിർബന്ധമല്ല. ധ്യാനം എന്ന് പറയുന്നത് ഇങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നില്ല. പലതരത്തിലുള്ള ധ്യാനങ്ങളുണ്ട്. എല്ലാം ഞാൻ ഈ ചാനലിൽ മുൻപുള്ള വീഡിയോകളിൽ വളരെ വിശദമായിട്ട് ഓരോ ധ്യാനത്തെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ധ്യാനത്തിന്റെ അവസ്ഥകളിലൂടെ ഒരു ദിവസം കുറച്ച് മിനിറ്റുകളെങ്കിലും കടന്നു പോവുകയാണെങ്കിൽ, ഒരുപാട് നേരമൊന്നും വേണ്ട, 10, 15, 20 മിനിറ്റ് ധ്യാനത്തിലേക്ക് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമ്മൾ അന്വേഷിക്കുന്നതായിട്ടുള്ള ദൈവത്തിനെ നമുക്ക് സങ്കല്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ആ പരബ്രഹ്മത്തിന്റെ അസ്തിത്വത്തിനെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ അതിലേക്ക് എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുചെന്ന് എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? വിഷ്വലൈസേഷൻ നമ്മളെ ഇതിനെല്ലാത്തിനും സഹായിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഭാവനയുടെ ചിറകുകളാണ് വിഷ്വലൈസേഷൻ. ഭാവനയെ മുന്നോട്ട് പറത്തിക്കൊണ്ടു പോകണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വിഷ്വലൈസേഷൻ ആവശ്യമാണ്. അപ്പൊ വിഷ്വലൈസേഷൻ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിനു വേണ്ട ഫ്യൂവൽ നൽകണമെങ്കിൽ നമ്മൾ സെൽഫ് ഹിപ്നോസിസ് പോലുള്ള കാര്യങ്ങൾ, അഫർമേഷൻ പോലുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ ഊർജം കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വരുന്നതായിട്ടുള്ള അൺസർട്ടനിറ്റീസിനെ ഇംബ്രൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അനിശ്ചിതത്വങ്ങളെ പുലുകിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്നതാണ് ജീവിതത്തിന്റെ കല എന്ന് പറയുന്നത് എന്നുള്ളത് നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് ഹാപ്പിനെസ് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. നമുക്ക് മൈൻഡ്ഫുൾനെസ്സോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയാണ്. ഹിയർ ആൻഡ് നൗ, ഇവിടെ ഇപ്പോൾ ആയിരിക്കുന്നതിനെ എനിക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിനെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടോ? ഞാൻ ഈ പറയുന്നത് നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ? നിങ്ങളായിരിക്കുന്ന നിമിഷത്തിനെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? എന്താണ് അതിന് വിഘാതമാകുന്നത്? നിങ്ങളുടെ ഭൂതകാലത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സംഭവങ്ങളാണോ? നിങ്ങളുടെ ഭാവിയിൽ നടക്കാൻ പോകുന്നതായിട്ടുള്ള ആകുലതകളാണോ? ഇത് രണ്ടിനെയും മാറ്റിവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ ആയിരിക്കുകയാണ്, നമ്മൾ ആസ്വദിക്കുകയാണ് ജീവിതത്തിനെ. നമ്മുടെ ജീവിത അനുഭവങ്ങളുടെ അർത്ഥങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്താനായിട്ട് ശ്രമിക്കണം.
നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങളിലൂടെയും നമ്മുടെ സെൽഫ് എക്സ്പ്ലോറേഷൻ, നമ്മുടെ ആത്മാവിന് അതിൽ നിന്ന് എന്ത് പാഠമാണ് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചിട്ടുള്ളത്, ദൈവത്തിന്റെ പ്രവർത്തനം അവിടെ എങ്ങനെ നടന്നു എന്നുള്ളതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് നമ്മുടേതായിട്ടുള്ള ഒരു ആത്മീയത നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. ഇത്തരത്തിൽ അനിശ്ചിതത്വങ്ങളെ നമുക്ക് എംബ്രേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ നമുക്ക് ഉൽകാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് തീർച്ചയായിട്ടും അതിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ജീവിതാനുഭവങ്ങളിലൂടെ നമുക്ക് നമ്മുടേതായിട്ടുള്ള അസ്തിത്വത്തിന്റെ അർത്ഥത്തിനെ നമുക്ക് കണ്ടെത്താനും സാധിക്കും. ആചാര്യന്മാർ പറഞ്ഞതിനപ്പുറത്തേക്ക് നമ്മൾ എപ്പോഴും വായിക്കേണ്ടതായിട്ടുണ്ട്. നിഗൂഢതകളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നമ്മൾ ആഴത്തിൽ ഇറങ്ങി ചെല്ലേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്താണ് മഹാരഥന്മാർ ജനിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് സെൽഫ് എക്സ്പ്ലോറേഷനിലൂടെ നമ്മുടെ തന്നെ ആയിട്ടുള്ള ഒരു ആത്മീയ വീക്ഷണത്തിൽ കൂടെ നമ്മുടേതായിട്ടുള്ള ദൈവത്തിനെ, നമ്മുടെ ഹയർ സെൽഫിനെ കണ്ടെത്താനായിട്ട് സാധിക്കട്ടെ. അതുവഴി നമുക്ക് ജ്ഞാനോദയത്തിലേക്കും ഈ ഭൂമി മതത്തിനും വർഗീയതയ്ക്കും അപ്പുറത്തേക്കുള്ള ഒരു സ്വർഗമായിട്ട് മാറ്റാനായിട്ടും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്തേ.